വെൽക്കം ടു another എപ്പിസോഡ് ഓഫ് സ്റ്റഡി ഏഞ്ചൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെക്കേഷൻ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. സോ നേരെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ നേരെ വൈകിട്ടാണ് എണീച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എണീച്ച് വന്നപ്പോഴത്തേക്ക് ഇത് അടിപൊളിയായിട്ട് സൂര്യനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ റൂമിൽ. അപ്പോൾ എന്തായാലും ഞാനിത് ഒരു ലിപ്പാമൊക്കെ അപ്ലൈ ചെയ്തു, ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് സമയം ഒരു സൂംബ വർക്കൗട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആ ബെഡിൽ നിന്ന് എണീച്ച് പോരാൻ വേണ്ടിയിട്ട് എനിക്ക് അത്യാവശ്യം ഒരു മടിയൊക്കെ തോന്നുന്നു. ഇപ്പം ജസ്റ്റ് ഒന്ന് സൂംബ വർക്കൗട്ടൊക്കെ ചെയ്ത് ഞാൻ എന്നെ തന്നെ ഒന്ന് ആക്റ്റീവ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും അതൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോഴത്തേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടുണ്ടായിരുന്നു. ഇന്ന് നൂൽപുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാലും അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ തലേ ദിവസം അലക്കിയിട്ടിട്ടുണ്ടായിരുന്ന എൻ്റെ യൂണിഫോമൊക്കെ ഇന്ന് മടക്കി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഫേസ് പാക്കൊക്കെ പോയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ +1 കെമിസ്ട്രിയുടെ നോട്ടാണ്. അപ്പോൾ എന്തായാലും ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പഠിക്കാം. കാരണം ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയിപ്പം ഈ ഒരു ജനുവരി മുതലേക്ക് നമുക്ക് +2 തന്നെ പഠിക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ എന്നാലും ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടു എന്ന് മാത്രമല്ലേ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളൂ. എന്തെങ്കിലുമൊക്കെ കുറച്ചെടുത്ത് വായിക്കാം, എന്നാലാണ് നമുക്ക് ഇപ്പം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ തലേദിവസമെങ്കിലും ജസ്റ്റ് ഒന്ന് കുറച്ചൊക്കെ ഒന്ന് വായിച്ചിട്ട് എഴുതിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു വെക്കേഷന് കുറച്ചൊക്കെ പഠിക്കുകയാണെങ്കിൽ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് പഠിക്കാം എന്നുള്ളതാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു കെമിസ്ട്രിയുടെ ബുക്ക് എടുത്തിട്ട് ഫസ്റ്റത്തെ ചാപ്റ്ററൊക്കെ നമ്മൾ ആ ഒരു പൊലിവിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പെട്ടെന്നൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുള്ളതായിരുന്നു. പക്ഷേ എന്തോ ഓരോ പേജും പോകാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നന്നായിട്ട് ടൈം എടുക്കുന്നുണ്ടായിരുന്നു. വെക്കേഷൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ പറയുന്നുണ്ട്, മൈൻഡ് ഇങ്ങനെ നമ്മളടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വേണ്ട, ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, വെക്കേഷൻ ആണെങ്കിലോ 10 ദിവസമൊന്നുമല്ല അതിനേക്കാളും ഉണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു മൂടൊക്കെയാണ് എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ ഞാൻ ഇങ്ങനെ അവിടെ പിടിച്ചിരുത്തി എങ്ങനെയൊക്കെയോ ഒരു കഷ്ടിച്ചൊരു 10 പേജാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഉറക്കരുക, ഒന്ന് എണീച്ച് പോയാലോ, താഴെ ഇങ്ങനെ വീട്ടിലുള്ളവരൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഓരോരുത്തേക്കൊക്കെ പോകാൻ പൂതിയാവുക, അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്നാലും അങ്ങനെ നമ്മളെങ്ങനെയൊക്കെയോ കഷ്ടിച്ചൊരു 10 പേജ് കഴിഞ്ഞാലേ ഞാൻ എന്നെ വിടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ തന്നെ അവിടെ പിടിച്ചിരുത്തിക്കായിരുന്നു. അപ്പം എന്നാലും അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പെട്ടെന്ന് ഓടി താഴെ പോയി എല്ലാവരും ഒപ്പമൊക്കെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എന്നാലും അങ്ങനെ അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉച്ച സമയം കൂടെ ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് മൊത്തത്തിലിങ്ങനെ ഒന്ന് വിശക്കണ പോലെ അങ്ങനെയൊക്കെയുള്ളൊരു മൊത്തത്തിലൊരു മടി പിടിച്ചൊരവസ്ഥയായിരുന്നു. അപ്പം എന്നാലും ഈ ഒരു വീഡിയോ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നുള്ളത് ഒരു ദിവസം രാവിലെയാണ് കേട്ടോ. അപ്പം അന്ന് രാവിലെ ഞാൻ ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോക്ക് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിൽ എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു വോയിസ് ഓവർ ചെയ്യലൊക്കെ. അപ്പം എന്നാലും ആ ഒരു ദിവസം പിന്നെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ ഉച്ചയ്ക്ക് എനിക്ക് എന്തായിരുന്നു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു മാത്സ് ലാബ് ചെയ്ത് നോക്കുമായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സ് ലാബ് നമുക്ക് ലാസ്റ്റിലാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം എന്നാലും ലാബ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ സാർ അധികം നമുക്ക് സ്പെഷ്യൽ എടുത്തിട്ടാണ് ഈ ഒരു ലാബ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ എടുക്കാവുമ്പം നമുക്ക് ആ ഒരു ഡേ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വരുന്നുണ്ടാവുക ഈ ഒരു മാത്സ് ലാബ് മാത്രമായിരിക്കും. അപ്പോൾ ആദ്യത്തിലൊക്കെ നമ്മൾ ഫസ്റ്റൊക്കെ ചെയ്തിട്ടുള്ളതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്യും. ലാസ്റ്റിക്കൊക്കെ ആകുമ്പോൾ നമുക്കും ബോറടിച്ച് വീട്ടിൽ പോയാലോ എന്നുള്ള അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കോൺസെൻട്രേറ്റ് ചെയ്തൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഈ ഒരു മാനുവലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വായിച്ച് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കുമായിരുന്നു. ചിലതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, ചിലതൊക്കെ ഞാൻ മെല്ലെ ഇങ്ങനെ തട്ടി വിടാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാലും അങ്ങനെ അതൊക്കെ കുറച്ച് സമയം ഉച്ചയ്ക്ക് ഇരുന്നിട്ട് അതായിരുന്നു എനിക്ക് പരിപാടി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഈ ഒരു വീഡിയോക്ക് വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു മോട്ടിവേഷൻ തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോക്കകത്ത് വന്നിട്ടുള്ളൊരു കമൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ആൾ എൻ്റെ വീഡിയോസിനൊക്കെ കുറേ കമൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ലോങ് ബ്രേക്ക് എടുത്ത് വീണ്ടും വന്നപ്പോഴും വീണ്ടും നമ്മൾ വീഡിയോക്കൊക്കെ വെയിറ്റിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ഇനി വീഡിയോസൊക്കെ ഇടണം എന്ന് പറയുമ്പോൾ എന്തോ ഭയങ്കരമായിട്ട് സന്തോഷമായി കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. അത് പോസിറ്റീവോ നെഗറ്റീവോ ആയിക്കോട്ടെ, എന്തായാലും കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ വായിക്കുമ്പോഴാണ് വീണ്ടും നമുക്ക് വീഡിയോസും കാര്യങ്ങളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈകുന്നേരം നമ്മൾ കപ്പ പൊരിച്ചതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും കൂടെയൊക്കെ അതൊക്കെ കൂടി ഇരുന്നിങ്ങനെ കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കോർഡിനേഷൻ കോമൺ ക്ലാസ് വെക്കാമെന്ന് വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരൊറ്റ വീഡിയോ കണ്ടു, അപ്പോഴത്തേക്ക് എനിക്ക് ഉറക്കുന്നു. പിന്നെ ഞാൻ പോയിട്ട് ഡിന്നറൊക്കെ കഴിച്ചു, ഒന്ന് ഫ്രഷൊക്കെ ആയി വീണ്ടും പോയി കിടന്നുറങ്ങാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും